ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിഷപ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രേണുവായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ബിഷപ്പ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സഹായം ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു വീടിനും പുരയിടം കൊടുത്തെന്നുള്ള പേരിൽ തനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അതിലും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രേണു എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ വന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേണുവിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹവും ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ രേണുവിന് അസുഖം എന്നുള്ളൊരു കാര്യം വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇദ്ദേഹം വന്ന് രേണുവിനെ കാണുകയും പിന്നുണ്ടെങ്കിൽ രേണുവിനെ സപ്പോർട്ടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് അതോടെ തന്നെ കിച്ചുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ രേണുവിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഞാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണുവായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കത്തില്ല, അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ ഒരാൾക്കുണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അയാളുമായിട്ട് അടി ഉണ്ടെങ്കിൽ പോലും അയാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നല്ലത് മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ അച്ഛനും ഉണ്ടെങ്കിൽ ഇതൊക്കെ അസുഖം തന്നെ ആയിരുന്നു, ക്യാൻസറൊക്കെ വന്ന് തന്നെ മരണപ്പെട്ടെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിന് ശേഷം ഉണ്ട് ഇപ്പം മെയിനായിട്ട് സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, കിച്ചു എന്തുകൊണ്ട് വന്ന് സംസാരിക്കാഞ്ഞത്, അല്ലെങ്കിൽ കിച്ചു ഇത് കണക്ക് രേണുവിനെതിരെ ഒരുപാട് അലിഗേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ബിഷപ്പിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബിഷപ്പ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണു പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു കാര്യമായി ഈ കിച്ചു ഉണ്ടെങ്കിൽ അത്ര നല്ല ആളൊന്നുമല്ല, കിച്ചുവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ തനിക്കറിയാം, അതിനെക്കുറിച്ചുള്ള തെളിവുകളും കാര്യങ്ങളും തൻ്റെ കയ്യിലുണ്ട്. അതോടെ തന്നെ നിങ്ങൾക്ക് കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതി, എല്ലാ തെളിവുകളും കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇത് കണക്ക് ഉണ്ടെങ്കിൽ രേണു ഈ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ആദ്യമേ കിച്ചു വന്നിട്ട് രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്, രേണുവായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അവരെന്നോട് ചെയ്തത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കൂട്ടത്തിലുണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യവും പറയുന്നത്, ഞാനുണ്ടെങ്കിൽ മര്യാദയ്ക്കുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു, നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഇനാഗുറേഷനിൽ നിന്ന് പൈസ കിട്ടുന്ന, അല്ലെങ്കിൽ ആൽബം ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്, അതിൽ നിന്നൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ട്, അത് വെച്ച് തന്നെ കുടുംബം കഴിഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു കാര്യവുമില്ല, എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് വിട്ട് കളയണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് കിച്ചു പറഞ്ഞത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് അവൻ്റെ പ്രശ്നം, അതോടെ തന്നെ ഋതപ്പനൊക്കെ വളർന്നു വരുവാണ്, ആ കുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും ആ സൊസൈറ്റിയിൽ ഭയങ്കര പ്രശ്നമാകും എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിൽ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവനുണ്ടെങ്കിൽ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ്, ഞാനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്നുള്ളൊരു കാര്യം. ആ സമയത്ത് അവനാണ് തുടങ്ങിക്കോളാൻ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ചർച്ചയായപ്പോഴത്തേക്ക് അവനുണ്ടെങ്കിൽ കളം മാറ്റി ചവിട്ടിയതാണ്. അതുമാത്രമല്ല ഞാനുണ്ടെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ പൈസ, അതോടെ തന്നെ എനിക്കുണ്ടെങ്കിൽ ഇനാഗുറേഷനിൽ നിന്ന് കിട്ടിയ എല്ലാ പൈസയും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കുറച്ച് ഞാൻ അവന് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രേണു. സോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കിച്ചുവിനുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മീഡിയക്കാരുടെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് അത് മാറ്റി പറഞ്ഞ് താനുണ്ടെങ്കിൽ ഭയങ്കര ട്രോമയിലാണ്, അല്ലെങ്കിൽ അത് അവർ ചെയ്തത് ശരിയല്ല, ഞാനൊക്കെ പറയുന്നത് കറക്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. ഈ വീഡിയോയും ചാറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഇത് കണക്ക് അവർ സംസാരിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ രേണു കിച്ചുവിനുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയും അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ പറയുന്നൊരു കാര്യം, കൊല്ലം സുധിയുടെ പേരിലാണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ മോനുണ്ടെങ്കിൽ അതിൽ അവകാശമുണ്ട്, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അതിലും പൈസ കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമില്ല, ഇനാഗുറേഷൻ്റെ വിളിക്കുന്നതിൻ്റെയൊക്കെ കാര്യമാണ്. അതൊക്കെ മെയിനായിട്ടുണ്ടെങ്കിൽ കൊല്ലം സുധിയുടെ പേരിൽ നിന്നും വളർന്നു വന്നുകൊണ്ടാണ് രേണുവിന് ഇതേണൊക്കെ കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ മോനും അതേണൊക്കെ കൊടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ എന്തായിരുന്നാലും ശരി, രേണു ഇതേണൊക്കെ കിച്ചുവിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കിച്ചുവിനെതിരെ ഒരുപാട് നെഗറ്റീവുള്ള കമൻസും കാര്യങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് ഇപ്പോൾ ബിഷപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പ് അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, എവനുണ്ടെങ്കിൽ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്, എവനുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തുള്ള സ്വഭാവമൊന്നുമില്ല, ഇപ്പം നിങ്ങൾ ഇതേണക്ക് വിചാരിക്കും അവൻ പാവമാണ് അല്ലെങ്കിൽ നല്ലതാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നാട്ടിൽ വന്നിട്ട് അന്വേഷിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് പറയുന്നുണ്ട് ഇപ്പോൾ രേണുവിനുണ്ടെങ്കിൽ ഇപ്പോൾ വെയ്യാതിരിക്കുന്ന സമയമാണ്, മാക്സിമം ഉണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുമ്പോൾ കിച്ചു ചെയ്യുന്നത് മാക്സിമം അവരെ ഉപദ്രവിക്കുകയാണ്, അത്ര നല്ല കാര്യമല്ലെന്നുള്ള രീതിയിലായിരുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റുള്ളൊരു കാര്യം തന്നെ. ഇപ്പോൾ ഇതേണൊക്കെ അസുഖം വന്നിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ മാക്സിമം അവർ സ്ട്രെസ്സൊന്നും വരാതെ നോക്കുകയാണ്, അതാണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കിച്ചു തന്നെയാണ്. അവനാണ് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ സായിയൊക്കെ തന്നെ
ഉണ്ടെങ്കിൽ എത്രയോ വട്ടം വന്ന് രേണുവിനെ കുറിച്ച് മോശമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതൊന്നും കറക്റ്റ് അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സായി തന്നെ വന്ന് AC ഒക്കെ വെച്ച് കൊടുത്തു. കാരണം അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കും. എന്ന് വെച്ചാൽ അവരുണ്ടെങ്കിൽ ചെയ്ത എല്ലാം കറക്റ്റാണെന്നൊന്നുമല്ല. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മറന്നിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ സായി ആയിരുന്നാലും ബാക്കിയുള്ള ബിഷപ്പ് ആയിരുന്നാലും വന്ന് സഹായിക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരൊരു സിറ്റുവേഷനിലൂടെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളൊരു കോമൺ സെൻസ് ആണ്. അതേ കണക്ക് തന്നെയാണ് കിച്ചുവിനും വേണ്ടത്. ഇപ്പോൾ അവനുണ്ടെങ്കിൽ വളർന്ന ഒരു പയ്യനാണ്, കൊച്ചു കുട്ടിയൊന്നുമല്ല ഈ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവാത്ത അല്ലെങ്കിൽ സിറ്റുവേഷൻ കണ്ടാൽ മനസ്സിലാവാത്തതൊന്നുമല്ല. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനുണ്ടെങ്കിൽ മാക്സിമം ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക. ഇപ്പോൾ ഇതിനകത്തുള്ള സംസാരിക്കാൻ തന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതിനകത്ത് വന്ന് കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നീ പോയി കാണാൻ, ഞാൻ സ്വന്തം അമ്മയെ ഇങ്ങനെ പോയി കണ്ടുകൂടെ എന്നുള്ള രീതിയിലൊക്കെ പോയി ഒരുപാട് പേരുണ്ടെങ്കിൽ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ആദ്യമേ കിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ പോയി കാണാത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ആ സങ്കടം മാറ്റാൻ പോകാമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ബിഷപ്പ് ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് രേണുവിന്. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ രേണുവായിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ബിഷപ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഇനി എന്ത് സംഭവിച്ചാലും ശരി ഞാൻ രേണുവിനെ സഹായിക്കത്തില്ല അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കത്തില്ല, അവരുടെ കുടുംബത്തിന് ഒരു സഹായം ചെയ്യത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അതെല്ലാം മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും കോട്ടയം വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ബിഷപ്പ് ഫുൾ സപ്പോർട്ടാണ് രേണുവിന് കൊടുക്കുന്നത്. എന്ത് വന്നാലും നോക്കാമെന്നുള്ള രീതിയിലാണ് കിച്ചു പറയുന്നത്. കിച്ചു വന്നു കഴിഞ്ഞാൽ അവന് നാട്ടുകാരുണ്ടെങ്കിൽ വെറുതെ വിടത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീടും പുരയിടത്തിൻ്റെ കാര്യമായിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, അതിനൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ രേണുവിന് ഫുൾ സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിച്ചു വീടിൻ്റെ പുരയിടത്തിൻ്റെ കാര്യം പറഞ്ഞ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യമില്ല. അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നതും ഇല്ല. ആ വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന് താമസിക്കുന്ന പോലുമില്ല. ഇപ്പോൾ കൊല്ലത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബത്തിനോടാണ് താമസിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അവരുടെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെപ്പാട് അവനിൽ നിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കിച്ചുവിനുണ്ടെങ്കിൽ മെയിനായിട്ട് വന്ന് രേണുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ശരിയാണോ തെറ്റാണോ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, അതിനനുസരിച്ചുണ്ടെങ്കിൽ നിൽക്കുക. ഇപ്പോൾ അതാണ് മെയിനായിട്ട് വേണ്ടത്. അതല്ലാതെ അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് ഇപ്പോൾ അതെല്ലാം കൂടെ വലിച്ചിടേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് പേര് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ രേണുവിനെതിരെ പറഞ്ഞവരൊന്നും ഇപ്പോൾ നേരെ രേണുവിനെതിരെ പറയുന്നില്ല. കാരണം അവരുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിട്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ മാക്സിമം അവരെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതേ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ രേണു വന്നിട്ട് അത് ഭയങ്കര ക്ലാരിഫൈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് കള്ളമെന്നുള്ള രീതിയിൽ അതും വെളി വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് കിച്ചുവിനെതിരെ അവൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, അവനുണ്ടെങ്കിൽ ഒരു മാനസികമായിട്ട് മനസ്സിലാക്കിക്കൂടെ എന്തോ സംഭവിക്കുന്നതെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോഴത്തേക്ക് ഒന്ന് മനസ്സിലാക്കി സംസാരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ കഴിഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ രേണു വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഉണ്ടെങ്കിൽ കിച്ചു പിന്നെ വേറെ വീഡിയോ കാര്യങ്ങളായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. കാരണം ഇനി അത് തെളിവ് സത്യമായതുകൊണ്ട് തന്നെ ആണെന്നൊന്നും അറിയത്തില്ല, അതല്ല സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല.